നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും UDFന് കീറാമുട്ടിയായി PV അൻവർ. അൻവറിന്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ച് UDF രണ്ടു ചേരിയായി മാറിക്കഴിഞ്ഞു. അൻവറുമായി സഹകരിക്കാം എന്ന മൃദു സമീപനം രമേശ് ചെന്നിത്തലയും കെ സുധാകരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ എടുക്കുമ്പോൾ വാതിലടച്ചു എന്ന് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും AP അനിൽകുമാറും. സമവായ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ ഇനി മുസ്ലിം ലീഗ് ഇല്ല എന്ന സൂചനയാണ് ലഭിക്കുന്നത്. PV അൻവർ രാജിവെച്ചപ്പോൾ UDFനൊപ്പം ചേർന്ന് നിരുപാധിക പിന്തുണയുണ്ടാകുമെന്നാണ് രാഷ്ട്രീയ കേരളം ചിന്തിച്ചത്. എന്നാൽ പിന്നീട് നടന്നത് നാടകീയമായ കാര്യങ്ങൾ. UDF സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞതോടെ PV അൻവർ മുന്നണിയിലെ ഒരു വിഭാഗം നേതാക്കളുടെ എതിരാളിയായി. മറുവിഭാഗം അൻവറിനെ പിന്തുണച്ചു. പ്രതിപക്ഷ നേതാവിനെതിരെ PV അൻവർ അതിരൂക്ഷ വിമർശനങ്ങൾ നടത്തി. പിണറായിസത്തിനും സതീശനിസത്തിനുമെതിരെയുള്ള പോരാട്ടമാണ് നിലമ്പൂരിലേതെന്ന് അൻവർ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വീണ്ടും ചർച്ചയായി അൻവറിന്റെ മുന്നണി പ്രവേശം. 20,000-ഓളം വോട്ടുകൾ അൻവർ നേടിയിട്ടുണ്ട്. അത് കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് സമവായം വേണമെന്നുമാണ് കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അഭിപ്രായം. മുസ്ലിം ലീഗും പരോക്ഷ പിന്തുണ അൻവറിന് നൽകുന്നു. എന്നാൽ അൻവർ പേരെടുത്ത് വിമർശിച്ച VD സതീശനും AP അനിൽകുമാറും എതിരാണ്. അൻവറിനെ കൂടി എതിർത്താണ് UDF വലിയ വിജയം നിലമ്പൂരിൽ നേടിയത്. അതുകൊണ്ട് തന്നെ ഇനി സമവായം വേണ്ടെന്നും നിലപാട്. കൂടാതെ അൻവറിനെ കൂട്ടാതെ വിജയം കൈവരിക്കാൻ കഴിഞ്ഞതോടെ VD സതീശന് മുന്നണിയിൽ മേൽക്കൈയുമുണ്ട്. UDF പ്രവേശന ചർച്ചകളുടെ തുടക്കം മുതൽ മധ്യസ്ഥത വഹിച്ച മുസ്ലിം ലീഗ് ഇനിയില്ലെന്ന സൂചന നേതൃത്വത്തിന് നൽകിക്കഴിഞ്ഞു. അപ്പോൾ ചോദ്യങ്ങൾ ബാക്കിയാണ്. അസോസിയേറ്റ് അംഗമായാണോ അതോ മുന്നണിയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവായാണോ അൻവറിനെ എടുക്കുക? അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്ത് നിലപാട്? ആര് മധ്യസ്ഥത വഹിക്കും? അൻവർ 2 ദിവസം മാധ്യമങ്ങളെ കാണില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ മൗനം വെടിയുമ്പോൾ അൻവർ ആർക്കെതിരെ വിമർശനം ഉന്നയിക്കുമെന്നതും കാത്തിരുന്നു കാണണം. ചുരുക്കത്തിൽ അൻവറിനെ ചൊല്ലിയുള്ള പൊല്ലാപ്പ് UDFൽ അടങ്ങുന്നില്ല. നിലവിൽ ആര് പറഞ്ഞാലും തോന്നുമ്പോൾ നിലപാട് മാറ്റുന്ന PV അൻവർ വേണ്ട എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനം. അതിനു മുകളിൽ ചർച്ചകൾ നടന്നാലായിരിക്കും രാഷ്ട്രീയ ചലനങ്ങൾക്ക് സാധ്യത. 24 മലപ്പുറം.